ചെറുതും വലുതുമായ സംഭാവനകളും അതോടൊപ്പം തന്നെ ശ്രമങ്ങളുമെല്ലാം വയനാടിനു വേണ്ടി ഒരുമിക്കുകയാണ്. കേരളത്തിൻ്റെ എല്ലായിടത്തും തന്നെ നോക്കിയാലും ഇത്തരം ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആക്രി ചലഞ്ചിൻ്റെ ഭാഗമാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരം ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നായി തന്നെ ഈ രീതിയിലൂടെ സമാഹരിക്കുന്ന വസ്തുക്കൾ ശേഖരിച്ച് വിറ്റ് അതിന് വലിയൊരു രീതിയിലേക്ക് അവിടെ വീടുകൾ പണിയുക അടക്കമുള്ള അടിസ്ഥാന സാഹചര്യം ലഭ്യമാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഡിവൈഎഫ്ഐ നീങ്ങുന്നത്. നേരത്തെയും പ്രളയത്തിൻ്റെ സമയത്തും എല്ലാം തന്നെയും ഈ സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വരാപ്പുഴയിലെ ഇവിടെ ഡിവൈഎഫ്ഐ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇന്നിപ്പോൾ കളക്ഷൻ ദിവസമാണ്. അവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല വീടുകളിലായിട്ട് കയറി ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവിടെ ഈ ഒരു പദ്ധതിയോട് സഹകരിക്കുക, ആ രീതിയിൽ ലഭിക്കുന്ന റെസ്പോൺസ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇത് ശേഖരിച്ച് വരുന്നു. ഇതിൽ ഇന്ന് കളക്ഷനാണോ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഒരു മെഗാ സ്ക്രാപ്പ് കളക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ വയനാടിൻ്റെ ദുരന്തം എല്ലാവരും ഏറ്റുവാക്കിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ക്രാപ്പ് ചലഞ്ച്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയൊരു സ്വീകാര്യതയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കസേരകൾ, പേപ്പറുകൾ, എല്ലാ സ്ക്രാപ്പ് ഐറ്റംസാണ് നമുക്ക് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഇതിനു വേണ്ടി സഹകരിക്കാനായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ജനങ്ങളും കൂടെ കൂടിയേക്കണത്. ഡിവൈഎഫ്ഐക്കാരല്ലാതെ നമ്മുടെ ജനങ്ങളും കൂടെ കൂടിയിരുന്ന് ഇത് ഏറ്റെടുത്തോണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല രീതിയിലുള്ള സഹകരണമാണ് ആവശ്യമല്ല എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. ഡിവൈഎഫ്ഐക്കാരൊക്കെ ഇഷ്ടംമാരെ അവരുടെ പ്രയത്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച ദിവസം അവരെ ഇതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചേക്കാണ്. ആ ഭാഗത്ത് വലിയ രീതിയിൽ കാര്യങ്ങളിലും എല്ലാം തന്നെ ഒരുക്കി വരുന്നുണ്ട്. ഇതിൽ ഇന്നത്തെ ദിവസങ്ങളിലെ ഈ ദിവസം പൂർണ്ണമായിട്ട് തന്നെ ഇതൊരു കളക്ഷൻ ദിവസത്തിലേക്ക് മാറിയിരിക്കുന്നു. ഡിവൈഎഫ്ഐയോടൊപ്പം തന്നെ സഹകരിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളും തന്നെ രംഗത്ത് വന്നിരിക്കുകയും ചെയ്യുന്നു. ഈ കളക്ഷനിലൂടെ ലഭിക്കുന്ന സാധനങ്ങൾ വിറ്റുകൊണ്ട് സ്ക്രാപ്പ് ചലഞ്ചിലേക്ക് മുതൽക്കൂട്ടാകുക, വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വയനാടിന് കൈത്താങ്ങാകുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഇന്ന് ഒരു മെഗാ കളക്ഷൻ ഡേ, നേരത്തെ ഡിവൈഎഫ്ഐ ഭാരവാഹി പറഞ്ഞതുപോലെ മെഗാ കളക്ഷൻ ഡേ എന്ന രീതിയിലാണ് പോകുന്നത്. ഇതെല്ലാം തന്നെ സമാഹരിച്ചുകൊണ്ട് വലിയൊരു തുക മുതൽക്കൂട്ടാക്കുക, അത് വയനാടിന് കൂടുതൽ കരുത്ത് പകരുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിലേക്ക് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട്. പല രീതിയിലുള്ള ചലഞ്ചുകൾ നമ്മുടെ യുവജന സംഘടനകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്ക് കഴിയുന്ന രീതിയിലേക്ക്, അവരെ കൊണ്ട് താങ്ങുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ വയനാടിലേക്ക് നീങ്ങുവാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ സ്ക്രാപ്പ് ചലഞ്ചും. എന്തായാലും ഇത്തരം ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ വയനാടിനു വേണ്ടി ഏകോപിപ്പിക്കപ്പെടുകയാണ് എന്നത് വലിയ സന്തോഷം തന്നെ നൽകുന്ന കാര്യമാണ്. വരാപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.